ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരമുറി നാരങ്ങയാണ് ചേർക്കുന്നത്. നാരങ്ങയ്ക്ക് പകരം വിനാഗിരിയും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ നാരങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളിതിനെ ഇളക്കിയെടുക്കുമ്പം ഒരുപാട് വെള്ളം ഒന്നിച്ച് കോരി ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുറച്ച് മുന്നോട്ട് നിൽക്കണം അരപ്പിനകത്തിൽ ഉപ്പ്. അന്നേരമാണ് നമുക്ക് മീനിലേക്ക് പുരട്ടുമ്പം അതിലേക്ക് പിടിച്ച് കഴിയുമ്പം കറക്റ്റ് ഉപ്പായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഓരോരോ മീനെടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ എല്ലാ ഫിഷിലും നന്നായിട്ട് നമ്മൾ അരപ്പൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരമണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഓരോരോ മീനായിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് നിരത്തി നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഉടനെ നമ്മൾ ഇതിനെ ഇളക്കരുത്. അപ്പം നമ്മുടെ ഇതിൻ്റെ അരപ്പൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്രൗഡഡ് ആയിട്ടൊന്നും ഇടണ്ട. ആവശ്യത്തിന് നമുക്ക് തിരിച്ചും മറിച്ചും ഇടാനുള്ള സ്പേസ് ഇടുന്ന രീതിയിൽ നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഇളക്കിയാൽ ഇത് പൊടിഞ്ഞു പോകും. നമുക്ക് എന്നിട്ട് പതുക്കെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ചില സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് മീൻ ഇളകി വരുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. അന്നേരം നമുക്ക് പെട്ടെന്ന് ഇളകി വരും. അപ്പം നമ്മളുടെ ഫിഷ് നമ്മുടെ പാത്രത്തിലൊന്നും പറ്റിപ്പിടിക്കില്ല. ഇപ്പം നോക്ക്, എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. പിന്നെ ഞാനിനി ഇതിൻ്റെ പുറത്ത് കുറച്ച് സവാളയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ ഇന്ന് ഞാനിത് ചോറിൻ്റെ കൂടെ സാമ്പാറും ഫിഷ് ഫ്രൈയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കൂട്ടത്തിൽ അച്ചാറും കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടി ഞാൻ കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.